ആ ഒരു ലുക്ക് മാത്രമേ ഉള്ളൂ, പക്ഷെ ക്യാരക്ടറിൽ നല്ല നല്ല ഭയങ്കര വ്യത്യാസമുണ്ട്. എനിക്കൊരു സൂപ്പർ ഗേൾ, ഒരു സൂപ്പർ ഹീറോ ആയ ക്യാരക്ടർ ചെറുപ്പത്തിലേ മുതലൊരു ഒരു ഇതുണ്ടായിരുന്നു. ഐ വോണ്ട് ടു ഡു. അല്ല, ഇത് ഞങ്ങൾ കഥ പറയാം, എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാനിങ്ങനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെയ്യാവുന്നത്. അത് കൊള്ളാലോ പരിപാടി. എന്നിട്ട് കൂടെ ഞാൻ ഓഡിഷൻ ചെയ്ത പടവാ. അത് അഞ്ജലി മാമിന് ഒട്ടും വർക്കായില്ല. എന്നാണ് റോഷൻ ഒരു സിനിമ ചെയ്യുക? എന്നേലും ഒക്കെ ചെയ്യും, എന്തായാലും ചെയ്ത് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അനിതയുടെ ഒരു ലോ കാസ്റ്റ് ആയ കാരണമാണ് കുറേ പേർക്ക് ചെയ്യാൻ മടിയെന്നാണ് ക്യാരക്ടർ എന്നോട് പറഞ്ഞത്. എൻ്റെ പേര് ശ്രുതി മേനൻ എന്നാണ്. അപ്പോൾ ഞാൻ ഈ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നതിന് ശേഷം കുറേ പേര് എന്നോട് പറഞ്ഞു, ഈ മേനൻകുട്ടി മേനനായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു എങ്ങനെയാണ് ഈ ക്യാരക്ടർ വെച്ച് റിലേറ്റ് ചെയ്യുന്നത്? ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിൽ കള്ളം പറഞ്ഞിട്ട് ആദ്യമായിട്ട് കാണുന്ന പടവും മറ്റുമാണ് ബിഗ് ബി. എനിക്ക് ഓർമ്മയുണ്ട്, കരുമാടിക്കുട്ടൻ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. മീശ മാധവന് വേണ്ടി ഞാൻ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. നരന് വേണ്ടി ഞാൻ കുറേ ബഹളം. ഫാദർ ഭയങ്കര മമ്മൂക്ക ഫാനായിരുന്നു. ഗീതു ഇസ് ടു സ്മാർട്ട് ടു റിപ്പീറ്റ് ഹെർസെൽഫ്. അപ്പോൾ ഇതിനു മുമ്പുള്ള ലയർ സ്റ്റൈസോ കേൾക്കുന്നുണ്ടോ, മൂത്തോനോ പോലത്തെ ഒരു സിനിമയല്ല എന്തായാലും ടോക്സിക്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു കൺവെൻഷനൽ ഇതിനു മുമ്പ് പരീക്ഷിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു സിനിമയും ഗീതു ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാനും അതെന്താണെന്ന് അറിയാനും കാണാനുമായിട്ടൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ അത് ഞാൻ പറയൂല. മീഡിയ വൺ ഷോമോളിൽ റോഷൻ മാത്യു ആൻഡ് ശ്രുതി മേനൻ, സ്വാഗതം. റോഷൻ, റോന്തിന് ശേഷം വീണ്ടും ഒരു പോലീസുകാരനായിട്ട് വരാണ്. അതൊരു പാവം പോലീസുകാരനായിരുന്നു. എന്താണ് ഉയിരിലെ പോലീസുകാരൻ്റെ ഒരു? ഇയാൾ പാവമല്ലെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ പുള്ളി കുറച്ചും കൂടി ഒരു ഡ്രൈവ് ഒക്കെയുള്ള കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം, എനിക്കിതൊക്കെ ചെയ്ത് ഇത് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കണ്ടെത്തണം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രൈവ് ഒക്കെ കുറച്ചും കൂടെ ഉള്ള ഒരാളാണ്. പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ക്യാരക്ടറിനെ കാണുന്നത്. അതിൽ ഇന്നാത് ഒരു CPO ആയിരുന്നു, പോലീസുകാരനായിരുന്നു. ഇയാളൊരു പ്രൊബേഷൻ SI ആണ്. He has a lot to prove. He has a lot to make peace with. അതൊക്കെയാണ് ഈ സിനിമയിൽ നടക്കുന്ന ക്യാരക്ടർ ജേർണിയിലുള്ള ഡിഫറൻസ്. ഉടനെ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ കൂടി ആവുമ്പം ഒരു ചലഞ്ച് ഉണ്ടല്ലോ, അതുപോലെ ആവരുത് എന്നുള്ളൊരു സംഭവം. അതെ, അതിപ്പോൾ എനിക്ക് തോന്നുന്നത് റൈറ്റിങ്ങിൽ വ്യത്യാസം ഉള്ളത് കൊണ്ടും കൂടെയാണ് നമുക്കത് ചെയ്യാനുള്ള കോൺഫിഡൻസ് വരുന്നത്. ഭയങ്കര റോന്തിലെ പോലത്തെ തന്നെ ഒരു സിമിലർ ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ഞാനത് എടുക്കാനും മടിച്ചേനെ. അത് സിമിലർ ഒരു സാധനം എടുത്തിട്ട് ചെയ്ത് വ്യത്യാസമാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ലോഡുമാണ്. അത് മേ ബി അത് എനിക്കത്ര സ്കില്ലുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇതിൽ റൈറ്റിങ്ങിൽ തന്നെയുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ റോന്തിനെ പറ്റിയും ദിന്നാദിനെ പറ്റിയും ഒട്ടും ആലോചിക്കാതെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ എഴുത്തിലുണ്ടായിരുന്ന വ്യത്യാസം വന്നിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ശ്രുതി ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മുല്ലയിലെ പഴയ ശ്രുതി ഓർമ്മ വന്നു, ക്യാരക്ടർ ഓർമ്മ വന്നു. എന്തെങ്കിലും സിമിലാരിറ്റീസ് ആ കഥാപാത്രമായിട്ട് ഇതിൽ വരുമ്പോൾ? ഇല്ല, കോട്ടൺ സാരിയും ആ ഒരു ലുക്ക് മാത്രമേ ഉള്ളൂ, പക്ഷെ ക്യാരക്ടറിൽ നല്ല നല്ല ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷെ ആ ഒരു ലുക്കിൽ എനിക്ക് ഒരു ക്യാരക്ടറും കൂടി ചെയ്യാൻ ചാൻസ് കിട്ടിയത് ഐ വാസ് വെരി ഹാപ്പി. നല്ലൊരു കോംപ്ലിക്കേറ്റഡ് ആയൊരു സ്ത്രീയാണ് ശോഭ. പപ്പേട്ടൻ്റെ കൂടെ പടം ചെയ്യാൻ എവറി ആക്ടർ വിൽ ഗെറ്റ് എക്സൈറ്റഡ്. അപ്പോൾ പപ്പേട്ടൻ വന്നു, ബോംബെക്ക് വന്നു, കഥ പറഞ്ഞു, ആൻഡ് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. റോഷൻ, അദ്ദേഹത്തിൻ്റെ ഏത് സിനിമ ഏറ്റവും കൂടുതൽ ഒരുമാതിരി എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ജോസഫ് ഭയങ്കരമായി ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. മോസ്റ്റ് സിനിമകളും കണ്ടിട്ടുണ്ട്. ഏറ്റവും ഇപ്പൊ ചോദിച്ചാൽ എൻ്റെ ഫേവറേറ്റ് ജോസഫ് തന്നെയാണ്. അപ്പോൾ എനിക്ക് പപ്പേട്ടനായിട്ട് വർക്ക് ചെയ്യാനുള്ള താല്പര്യത്തിന് വേറെ റീസൺ എന്ന് വെച്ചാൽ എന്നെ ആക്ച്വലി ഭയങ്കര ഏർലി സ്റ്റേജിൽ ആദ്യം അപ്രോച്ച് ചെയ്ത ഒരു സീനിയർ ഡയറക്ടർ പപ്പേട്ടനായിരുന്നു. എനിക്ക് തോന്നുന്നു ആനന്ദമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത്. അപ്പം മുതൽ തന്നെ ഇത്രയും സിനിമകൾ ചെയ്തിട്ടുള്ള ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ അപ്രോച്ച് ചെയ്തു എന്നുള്ളത് ഇന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ഒരു കോൺഫിഡൻസും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഈ റീസൺ. അപ്പം എനിക്ക് അപ്പം മുതൽ തന്നെ പപ്പേട്ടൻ്റെ കൂടെ ഞങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്ത് 1-2 സാധനങ്ങൾ വർക്കൗട്ട് ആയില്ല. പക്ഷെ പപ്പേട്ടൻ്റെ കൂടെ ഇതിലൊരു പ്രോജക്റ്റ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു കോർ ഐഡിയ കേട്ടപ്പോൾ എനിക്ക് ഇമ്മീഡിയറ്റ്ലി അത് വർക്കായി. പിന്നെ അതിനപ്പുറത്തേക്കൊന്നും അങ്ങനെ അധികം ആലോചിക്കാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ മലയാളത്തിൽ ഒരുപാട് പരീക്ഷണ സിനിമകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല നല്ല വർക്കാവുന്ന സിനിമകൾ. ഇപ്പോൾ കിഷ്കിന്ധാകാണ്ടും ഇപ്പോൾ ബാലനും പോലുള്ള ത്രില്ലറുകൾക്ക് ശേഷം വരുന്ന ഒരു ത്രില്ലർ, ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന് പറയുമ്പോൾ അതിന് പ്രതീക്ഷ വെക്കും ആളുകൾ. എന്തൊക്കെ ഉത്തരവാദിത്തോടുകൂടിയാണ് ഒരു സിനിമ ലോഞ്ച് ചെയ്യേണ്ടി വരിക, അങ്ങനെയുള്ള ഒരു ചലഞ്ച് ഉണ്ടോ? ശരിക്കും എല്ലാ സിനിമയ്ക്കും അത് ഓഡിയൻസിനോടുള്ള ഉത്തരവാദിത്വം മാത്രവുമല്ല, അതിൽ
അതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരോടും ഒക്കെയുള്ള ഉത്തരവാദിത്തമുണ്ട്. അവരുടെ സമയം, അവരുടെ എഫേർട്ട്, അവരുടെ റിസോഴ്സസ്. ഇതിന് മുമ്പ് വന്നിട്ടുള്ള സിനിമകളുടെ ഒരു ബാഗേജ് നമ്മൾ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ പറയുന്ന പോലെ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല ഇത് ഇറങ്ങാൻ പോകുന്ന സമയത്ത് കൂടെ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് റിലീസ് ചെയ്യുന്ന സിനിമകൾ എന്തൊക്കെയായിരിക്കും. ഇറ്റ്സ് ജസ്റ്റ് സംതിങ് യു ഹാവ് ടു ഫേസ്. അത് സിനിമ ഇറങ്ങി വരുന്ന സമയത്തൊക്കെ ലൈക്ക് കൂടെ മറ്റു സിനിമകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഓഡിയൻസിന് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ജെന്യുവൻ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് ഓണസ്റ്റ്ലി അവർക്ക് എന്റർടൈനിങ് ആയിട്ടും എൻജോയബിൾ ആയിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാവണം. അത് വരുത്താൻ തന്നെ നമ്മൾ ഷൂട്ടിന്റെ സമയത്ത് ശ്രമിക്കുന്നത്. ചിലപ്പോഴൊക്കെ അത് വർക്കാവും, കമ്മ്യൂണിക്കേറ്റ് ആവും, ചിലപ്പോഴൊന്നും അതാവില്ല. നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളല്ലോ. ശ്രുതി ഇപ്പോൾ അടുപ്പിച്ച സിനിമകൾ മലയാളത്തിൽ ചെയ്യുന്നതായിട്ടൊരു തോന്നൽ, എപ്പോഴും അടുത്ത് നിൽക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട് ഈ തുടരെയുള്ള റിലീസുകൾ. 20 വർഷമായിട്ട് സിനിമയിൽ ഒരു ആക്ടർ എന്ന നിലയിൽ ഉണ്ട്. പക്ഷേ ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് വേണ്ട രീതിയിൽ എക്സ്പെരിമെൻ്റ് സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ കിട്ടിയിട്ടില്ല എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടോ സ്വയം മലയാളത്തിൽ? കിട്ടിയിട്ടില്ല എന്നല്ല, കിട്ടിയിട്ടുണ്ട്. എനിക്ക് മലയാളം സിനിമയിൽ മാത്രമല്ല, ഞാൻ ഹിന്ദിയിലും ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. പ്ലസ് ഞാൻ OTT-യിൽ എൻ്റെ ചില വെബ് സീരീസ് ഉണ്ട്. സോ ഐ ഹാവ് ഗോട്ട് എ ചാൻസ് ടു എക്സ്പെരിമെൻറ്റ് മേജർലി. ഞാൻ ട്രെയിനിൽ പാടി നടക്കുന്ന ഒരു ചപ്പളാങ്കട്ട അടിച്ച് പാടി നടക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് സ്പായിൽ. പിന്നെ ഒരു ഹൊറർ ഫിലിം എൻ്റെ ലൈഫിൽ ആദ്യത്തെ സൈക്കോളജിക്കൽ ത്രില്ലർ ഫിലിം ചെയ്യാൻ ഒരു ചാൻസ് കിട്ടി. പിന്നെ ഇതുപോലത്തെ ഐ ഹവ് ബീൻ വെരി ലക്കി. ഞാനൊക്കെ ആസ് എൻ ആക്ടർ നമ്മളൊരു വിഷ്വലൈസ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം, എനിക്കൊരു സൂപ്പർ ഗേൾ, ഒരു സൂപ്പർ ഹീറോ ആയ ക്യാരക്ടർ ചെറുപ്പത്തിലേ മുതലൊരു ഇതുണ്ടായിരുന്നു, ഐ വോണ്ട് ടു ഡു. പക്ഷെ നമ്മളൊന്നും വിഷ്വലൈസ് ചെയ്യാത്ത രീതിയിൽ ക്യാരക്ടേഴ്സ് എനിക്ക് വന്നിട്ട് എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സോ ഐ ആം കൊതി മാറില്ല എന്തായാലും. വി സ്റ്റിൽ വോണ്ട് മോർ, വി സ്റ്റിൽ വോണ്ട് ടു ഡു ലോട്ട് ഓഫ് എക്സ്പെരിമെൻറ്റ്സ്, യുനോ. ബട്ട് ഐ ഹവ് ഗോട്ട്, എനിക്ക് കുറേ കളിക്കാനുള്ള കുറേ ഫീൽഡ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൃത്യം പൃഥ്വിൻ്റെ കൂടെ കൃത്യം ചെയ്തു. പക്ഷെ അതിനു മുമ്പ് സഞ്ചാരം എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അതായത് ഇറ്റ്സ് എ ലെസ്ബിയൻ ലവ് സ്റ്റോറി. ആ കൊല്ലം ഇന്ത്യയിൽ നിന്ന് പോയ ഒരൊറ്റ പടം മാത്രം, 2 പടങ്ങൾ, അതായത് എൻ്റെ സഞ്ചാരം, റെയിൻകോട്ട് എന്ന ഒരു പടം പോയത് ഐശ്വര്യ റായൻ, അജയ് ദേവ്ഗൻ്റെ പടം. അതിൽ നിന്ന് സഞ്ചാരത്തിനാണ് അവാർഡ് കിട്ടിയത്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലിം. പിന്നെ കൃത്യം പൃഥ്വിയുടെ കൂടെ ചെയ്തത്, ദാറ്റ് വാസ് മൈ ഫസ്റ്റ് കമേഴ്ഷ്യൽ റിലീസ്. അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്ര ഒരു എന്താണ് ആക്ടിങ്ങിനെ കുറിച്ച് അത്ര ഒന്നും നമ്മൾ എക്സ്പീരിയൻസ് ഇല്ല. സോ വാട്ട് എവർ കെയിം മൈ വേ ഐ ഡിഡ് ഇറ്റ്. എവറിഥിങ് വാസ് എ ലേണിംഗ് കർവ്. ആ സമയത്ത് പൃഥ്വിയുടെ ഒരു ഇൻഡസ്ട്രിയിലെ മാർക്കറ്റ് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ടൈം? പൃഥ്വി ഓൾസോ വാസ് വെരി ന്യൂ. ഐ തിങ്ക് പൃഥ്വിയുടെ 2nd or 3rd ഫിലിമോ മറ്റെന്തോ ആയിരുന്നു. അപ്പോൾ ദർ വാസ് എ ലോട്ട് ഓഫ് നെർവസ് എനർജി രണ്ടുപേരുടെ. ഞാനും ഫ്രഷർ ആയിരുന്നു, പൃഥ്വി വാസ് ഓൾസോ ഫ്രഷർ. ഇറ്റ് വാസ് എ ഫൺ ഫിലിം. എൻ്റെ ലൈഫിലെ ഏറ്റവും എന്താണ് ഒരു മൂവിങ് ആയ മൊമെൻ്റ് ഒന്നുമല്ല, പക്ഷേ ഇറ്റ് വാസ് ആ ഒരു കമേഴ്ഷ്യലായൊരു ഇച്ചിരി സക്സസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. മുല്ലയിൽ വന്നപ്പോഴാണ് ആൾക്കാർ ശരിക്കും ശ്രദ്ധിക്കാൻ നോക്കിയത്, ലാൽ ജോസ് സാറിൻ്റെ കൂടെ. അവിടെ വെച്ചിട്ടാണ് ആൾക്കാർ ഫസ്റ്റ് എന്നെ നോട്ടീസ് ചെയ്തത്. ഫസ്റ്റ് കഥാപാത്രത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് റോഷന്റെ ഫസ്റ്റ് ക്യാരക്ടർ പെട്ടെന്ന് മനസ്സിൽ വന്നു. അടികത്തിയാരെ കൂട്ടമണിയിൽ വളരെ ലേറ്റ് ആയിട്ട് വന്ന് ഓടിപ്പോകുന്നൊരു പയ്യൻ. റോഷൻ ലോഞ്ച് ചെയ്യുന്നത് ഒരു ക്യാരക്ടർ അതിനു മുന്നേ തന്നെ മമ്മൂക്കയോടൊപ്പം ചെയ്തു. അപ്പം ഈ വന്ന് വീണ ഒരു സമയമുണ്ടല്ലോ, ഇൻഡസ്ട്രിയിലേക്ക് വന്ന് വീഴാണ് ഒരു ആക്ടർ എന്നല്ല, അത് കഴിഞ്ഞിട്ട് റോഷൻ ഒരു വല്ലാത്തൊരു സ്പ്രെഡ് ആവുന്ന പോലെയായിരുന്നു എല്ലാ തരം ഭാഷകളിലും. അത് വളരെ പെട്ടെന്ന് സംഭവിച്ചല്ലോ തോന്നുന്നുണ്ട്. അത് ആ സമയത്ത് അതെ ഭയങ്കര ഫോർച്ചുനേറ്റ് ആയിരുന്നു. കുറെ ലൈക്ക് ഇൻട്രസ്റ്റിംഗ് പ്രോജക്ട്സും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൾക്കാരും ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റി. ആ ഒരു സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചൊന്നുമല്ല. ഞാൻ ആക്ച്വലി അടികപ്പിയാരെ കൂട്ടമണിയും പുതിയ നിയമവും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ കൊച്ചിയിൽ താമസിക്കുന്ന പോലും ഇല്ല. ഞാൻ ലൈക്ക് ബോംബെയിലായിരുന്നു നാടകങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന സമയമായിരുന്നു. ഇവിടെ വന്ന് ഇത് 2 പടം ഷൂട്ട് ചെയ്ത് അപ്പം തന്നെ തിരിച്ചു പോയി. അതിൽ നിന്ന് ലൈക്ക് വേറെ വർക്ക് ഉണ്ടാവുമെന്നൊന്നും ലൈക്ക് ഐ വാസ് ഇൻ കൗണ്ടിങ് ഓൺ ഇറ്റ് ഓർ എനിത്തിങ്. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലത് ഭയങ്കര വലിയ ഭാഗ്യം എന്നൊക്കെ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അത് പ്രതീക്ഷിച്ച് ഇവിടെ ഇരിക്കാനുള്ള മൈൻഡിലൊന്നും ആയിരുന്നില്ല. അപ്പം അങ്ങനെ എനിക്ക് ഒരു ദിവസം എന്തോ ഒരു ബോംബെ പൂനെ യാത്രയുടെ ഇടയിലോ മറ്റോ ആനന്ദത്തിന് വേണ്ടിയിട്ട് ഓഡിഷൻ ചെയ്യാനായിട്ട് ഫേസ്ബുക്ക് മെസ്സേജാണ് വരുന്നത്. രാകേഷ് മൺടോടി എന്ന് പറഞ്ഞ രാകേഷ് റൈറ്റർ. അപ്പോൾ അങ്ങനെ ആനന്ദത്തിൻ്റെ ഓഡിഷൻ നടക്കുന്നു. ആനന്ദം കഴിഞ്ഞിട്ട് വീണ്ടും ആദ്യം ഇതുപോലെ നേരത്തെ പപ്പയുടെ കാര്യം പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ചിട്ട് സിനിമ ചെയ്യാനായിട്ട് ഇങ്ങനെ ഓഫർ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഈ ഓഫർ ചെയ്യുന്ന പരിപാടി പോലും മനസ്സിലായില്ല. ആദ്യം വിളിച്ച ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഓഡിഷൻ എപ്പോഴാണെന്നാണ്. അപ്പോൾ അവർ അല്ല ഇത്
ഞങ്ങൾ കഥ പറയാം, എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാനിങ്ങനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് കൊള്ളാലോ പരിപാടി. അപ്പൊ അത് പെട്ടെന്ന് തന്നെ സംഭവിച്ച പോലെ എനിക്ക് വന്ന് ഫീൽ ചെയ്തത്. പക്ഷെ ദാറ്റ്സ് തിങ്, ഇത് ഒരു രീതിയിൽ നമ്മുടെ കൺട്രോളിലുള്ള സാധനമൊന്നും അല്ല. കുറേയൊക്കെ ഭാഗ്യമാണ്, കുറേയൊക്കെ ആ ഫാക്ടേഴ്സ് ബിയോണ്ട് ആ കൺട്രോൾ. ആ സമയത്ത് ആനന്ദം അങ്ങനെ വർക്ക് ആയതുകൊണ്ട് ആൾക്കാർ മറ്റേ ഇമാജിൻ ചെയ്തു തുടങ്ങി, ഇത് നീ ചെറുക്കനെ പിടിച്ചിട്ട് ഇവിടെ ഇടാം, അല്ലെങ്കിൽ അവൻ അത് തിരക്കേടില്ല അത് ചെയ്ത്, അപ്പൊ പിന്നെ അവനെ പിടിച്ചിട്ട് ഇവിടെ ഇട്ട് നോക്കാം. അങ്ങനെ ലൈക്ക് ഈ പറയുന്ന പാരലലി ഓഡിഷൻസും പരിപാടിയൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കൂടെ ഞാൻ ഓഡിഷൻ ചെയ്ത പടവാ. എനിക്ക് അതിൽ ആക്ച്വലി സിദ്ധാർത്ഥ് ചെയ്ത ക്യാരക്ടറിൽ ഓഡിഷൻ കോൾ പോലെ ഒരു സാധനം വന്നിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ അത് ഞാൻ ഓഡിഷൻ ചെയ്തത് അഞ്ജലി മാമിന് ഒട്ടും വർക്കായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറിന് വേണ്ടി വേറെ ആരോ ഒരാൾ ഓഡിഷൻ ചെയ്തപ്പോൾ ഞാൻ സൈഡിൽ നിന്നു. വേറെ ബാൻഡിലുള്ള വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ട് പ്ലേസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ നിൽക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ നിന്നു. അപ്പോൾ ആ സൈഡിൽ നിന്നിട്ട് നമുക്ക് അഭിനയിക്കണമല്ലോ, സൈഡിൽ നിന്നിട്ട് വേറൊരാളുടെ ഓഡിഷനിൽ കയറി ഞാൻ അഭിനയിച്ചു. അപ്പോൾ അഞ്ജലി മാമിനെ കുറച്ചാൾ കഴിഞ്ഞിട്ട് മനോജ് കണ്ണൂത്ത് വിളിച്ചിട്ട് പറഞ്ഞത് ആ ക്യാരക്ടർ നീ ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പ്ലാൻ ചെയ്തിട്ട് അതിലേക്ക് തന്നെ പ്ലേസ് ചെയ്ത് കഥയെ അങ്ങനെ ഒരു റൂട്ടിൽ അങ്ങനെയാണ് കൂടെ വർക്ക്ഔട്ട് ആവുന്നത്. സോ ദർ ആർ ലോട്ട് ഓഫ് ലൈക്ക് ഫോർച്ചുനേറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിച്ചു പോയതിൽ. പിന്നെ നമുക്ക് കിട്ടിയ പരിപാടികളിൽ ജെന്യുവനായിട്ട് ചെയ്യാൻ പറ്റുന്നത് പോലെയൊക്കെ വർക്ക് ചെയ്തു. അതിനുശേഷം റോഷന്റെ ഒരു വളർച്ച ഉണ്ടായിട്ടുള്ളത് അനുരാഗ് കശ്യപിന്റെ പടത്തിൽ അഭിനയിക്കുന്നു, ആലിയ ഭട്ടിനൊപ്പം ജാൻവി കപൂറിനൊപ്പം ബോളിവുഡിൽ ഒരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റുന്നു. അവിടെ നിന്ന് ഇനിയും സിനിമ വെച്ചാൽ റോഷൻ എന്നുള്ള ഒരാളുണ്ട് എന്നൊരു തോന്നൽ അവിടുത്തെ സംവിധായകരുടെ ഇടയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇറ്റ്സ് നോട്ട് സംതിങ് യു ക്യാൻ ടേക്ക് ഫോർ ഗ്രാൻറ്റഡ്, ഇറ്റ്സ് നോട്ട് സംതിങ് യു ക്യാൻ ഡു ഈസിലി. അത് ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടില്ലേ, പിന്നെന്താണ് ഇതൊന്നും വർക്കൗട്ട് ആവാത്തത് എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല. ഇത് അങ്ങനെ ഒരു സാധനമാണ്. അതാണ് ലക്ക് ഫാക്ടർ വരുന്നത്. നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് വെൻ ദ ലക്ക് കംസ് ഇൻ. ഒരു റീസൺ ഇല്ലാത്ത കാരണം യു മൈറ്റ് ലൂസ് ഔട്ട് ഓൺ എ പ്രോജക്റ്റ്. ഞാൻ നേരത്തെ ശ്രുതി എടുത്ത് ചോദിച്ചു എക്സ്പെരിമെന്റൽ ക്യാരക്ടേഴ്സ് ചെയ്തില്ല എന്ന് തോന്നുന്നുണ്ടോന്ന്. അങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ ശ്രുതിക്ക് ഹേർട്ടായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷേ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം നമ്മൾ ഭയങ്കരമായി ശ്രദ്ധിക്കുന്ന സാധനങ്ങളാണ്. എണ്ണത്തിൽ വളരെ കുറവാണ്. ഇൻഡസ്ട്രി സജീവമായി നിൽക്കേണ്ടിയിരുന്നു, അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടോ എപ്പോഴും? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറേ അവിടെ ബോംബെയിൽ കുറേ മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഇവിടെ ഞാൻ സിനിമ എണ്ണം റൈറ്റ് കുറവാണ്, പക്ഷേ ഞാൻ ടെലിവിഷൻ കുറേ ചെയ്തിട്ടുണ്ട്. ഐ വാസ് ഡൂയിങ് ടെലിവിഷൻ ഫോർ മെനി ഇയേഴ്സ്. എനിക്ക് ശരിക്കും ആൾക്കാർ ശ്രുതി മേനൻ ആരാണെന്ന് അറിയുന്നത് കോമഡി സ്റ്റാർസിലൂടെയാണ്, എൻ്റെ ഹോസ്റ്റിംഗ് കരിയറിലൂടെയാണ്. അതോടെയാണ് ഞാനൊരു ഹൗസ് ഹോൾഡ് നെയിമായി മാറിയത്. സോ യെസ്, എണ്ണം കുറവായിരിക്കും, പക്ഷേ ദാറ്റ് ഈസ് അതൊരു എന്താണ് വേണം വെച്ചിട്ടൊരു അറ്റംപ്റ്റോ അങ്ങനെയൊന്നും അല്ല. ഇറ്റ് ജസ്റ്റ് സോ ഹാപ്പൻ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഐ വാസ് വർക്കിംഗ്. പക്ഷേ സിനിമ ആൻഡ് ടി വി ആൻഡ് മോഡലിംഗ് ആൻഡ് ഞാൻ 10 കൊല്ലം സോനു നിഗമിൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ട് ഹോസ്റ്റിംഗ് ചെയ്യുമായിരുന്നു ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഐ ഹാഡ് എ ബിസി ലൈഫ്. പക്ഷേ സിനിമയുടെ എണ്ണം കുറവാണ്. അത് ഡെലിബറേറ്റ് ഒന്നുമല്ല. അത് എല്ലാവരും ഞാൻ എല്ലാതും ചെയ്യുന്ന സമയത്ത് ഐ വോണ്ട് ബി ഏബിൾ ടു ഡു ഓൺലി ഫിലിംസ്. ഞാൻ അങ്ങനെയാണ് എൻജോയ് ചെയ്തിരിക്കുന്നത് ശരിക്കും. റോഷൻ ഒരുപാട് സംവിധായകരോട് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇതിൽ ഏത് സംവിധായകരുടെ ഒപ്പം ആയിരിക്കും ചിലപ്പം ഈ ഒരു സംവിധാന രീതി എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് ഇത് കണ്ടിട്ട് ഒരു സംവിധായകനായ കൊള്ളാം എന്നൊരു തോന്നിയത് ആരുടെ ഒപ്പമുള്ള വർക്കിലായിരിക്കും? ചിലപ്പോൾ പലതായിരിക്കും, പലരിൽ നിന്നും പിക്ക് ചെയ്യുന്നത്. അതെ, എനിക്ക് അങ്ങനെ ഒരു ഡയറക്ടർ വർക്ക് ചെയ്യുന്ന കണ്ടിട്ട് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇത് ചെയ്യാൻ എന്നുള്ളത് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. റോഷനൊരു തിയേറ്റർ ക്യൂറേറ്റർ ആണല്ലോ, അതുകൊണ്ട് അത് എനിക്ക് മറ്റേ സ്റ്റോറി ടെല്ലിങ് ഇഷ്ടമാണ്. അപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിന്റെ എല്ലാ ഫോംസും ട്രൈ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക്. അതിപ്പോൾ ഒരാളെ ഇരുത്തിയിട്ടൊരു കഥ പറഞ്ഞു കൊടുക്കുന്നതാണേലും, അല്ലെങ്കിൽ നാടകമായിട്ടൊരു കഥ പ്രസന്റ് ചെയ്യുന്നതാണേലും, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഭാവിയിൽ സിനിമയായിട്ടൊരു കഥ പ്രസന്റ് ചെയ്യുന്ന കഥ പറഞ്ഞു നോക്കുന്നൊക്കെയാണല്ലോ. അതെനിക്ക് പണ്ട് മുതലേ ഉള്ള താല്പര്യമാണ്. എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ഇപ്പം കപ്പേളയിൽ മുസ്തഖ ഒരു കൈൻഡ് ഓഫ് ഒരു മാനിപ്പുലേഷൻ ആവശ്യമുണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. അതായത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സീനിൽ ക്യാരക്ടറുടെ സത്യം ഒന്ന്, പക്ഷെ ഓഡിയൻസ് ഇത് കാണുമ്പോഴത്തേക്കിനും അവർക്ക് തോന്നേണ്ട സത്യം വേറൊന്ന്. ആ ബാലൻസ് മുസ്തഖ കീപ്പ് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അഞ്ജലി മാം ആക്ടേഴ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിരുന്നു. അപ്പോൾ ആക്ടേഴ്സിന് തോട്ട് മാത്രമാണ് ഫീഡ് ചെയ്യുന്നത്, അല്ലാതെ ഇതിലേ വാ, അവിടെ നിൽക്ക്, അങ്ങനെ നോക്ക്, ഇപ്പം പറ, അങ്ങനത്തെ സാധനങ്ങളൊന്നും ടെക്നിക്കൽ ഡയറക്ഷൻ തീരെയില്ല. ഇപ്പം എന്തായിരിക്കും ശരിക്കും
ക്യാരക്ടർ ആലോചിക്കുക, അത് കേൾക്കുമ്പോൾ എന്തായിരിക്കും തോന്നുക. സോ ഷീസ് പ്രോഡിങ് യു ടു തിങ്ക് സർട്ടൻ വേ. അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗീതുവിൻ്റെ കൂടെ മൂത്തോൻ വർക്ക് ചെയ്യുമ്പം ഉണ്ടായിരുന്ന ഒരു ഇമ്മേഴ്സീവ് ഫിലിം മേക്കിംഗ് എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നത്. ശരിക്കും ലൈക്ക് ഗെറ്റ് ലോസ്റ്റ് ഇൻ ഇറ്റ്. ആ ക്യാരക്ടറായിട്ട് തന്നെ ആ മൊമെന്റിൽ നിന്നോ, ബാക്കി ഞങ്ങൾ എടുക്കേണ്ടത് അതിൽ നിന്ന് ഞങ്ങൾ എടുത്തോളാം എന്നുള്ളൊരു പരിപാടി എനിക്ക് ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. അനുരാഗ് സാറിൻ്റെ ഒരു കെയോട്ടിക് വേ ഓഫ് ഡയറക്റ്റിങ്. എല്ലാവരും പല പ്ലാനുകളായിട്ടായിരിക്കും ഈ സെറ്റിൽ വന്നത്. എല്ലാ പ്ലാനും വലിച്ച് ദൂരെ കളാം, എന്നിട്ട് നമുക്കൊരു പ്ലാനും ഇല്ലാതെ മുമ്പോട്ട് പോകാം. അങ്ങനത്തെ ഒരു മാഡ്നെസ് ഉണ്ട് അൻസാറിൻ്റെ സെറ്റിൽ വർക്ക് ചെയ്യുമ്പം. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഏറ്റവും റീസെൻ്റ്ലി ഇപ്പോൾ ചത്താപ്പച്ച ചെയ്തപ്പോൾ അദ്വൈതിൻ്റെ ആദ്യത്തെ പടമാണ്. ഐ റിയലി എൻജോയ്ഡ് ഹൗ ഹീ വാസ് ഹാവിങ് ഫൺ. അദ്വൈത് ഫസ്റ്റ് പടത്തിൽ ഭയങ്കര മാസീവായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ടേക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് അദ്വൈതിന് ഭയങ്കര വിഷ്വൽ ക്ലാരിറ്റി ഉണ്ട്. ഇത് ഇങ്ങനെയാണ് ഇത് സംഭവിക്കേണ്ടത്, ഇങ്ങനെയാണ് ഞാനിത് എൻ്റെ മനസ്സിൽ കാണുന്നത്. അദ്വൈതിന് ഭയങ്കര റിതം സെൻസ് ഉണ്ട്. ഇത് ഈ ഒരു ബാലൻസ് ഭയങ്കര രസമായിട്ട് അദ്വൈത് കീപ്പ് ചെയ്തു. ദാറ്റ് റിക്വയർസ് എ സർട്ടൻ കൈൻഡ് ഓഫ് കോൺഫിഡൻസ്. അപ്പോൾ അത് എന്ത് കാമായിട്ട് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്വൈത് മാനേജ് ചെയ്തതെന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്തു. ഷാഹി റോന്ത് ഡയറക്റ്റ് ചെയ്യുമ്പം ഷാഹി ഒരു പ്യുവർലി ഒരു റൈറ്ററാണ്. അപ്പോൾ ആ എഴുതി വെച്ചിരിക്കുന്ന കണ്ടന്റിൽ ഫുള്ളി ബിലീവ് ചെയ്ത് അതിനെ ഏറ്റവും സത്യസന്ധമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇതെങ്ങനെ എടുക്കണം എന്നുള്ളത്, അത് ഷാഹി വർക്ക് ചെയ്യുന്ന പ്രോസസ്സ്. അങ്ങനെ ഒരുപാട് ഐ ഹവ് ആക്ച്വലി ബിൻ വെരി ഫോർച്ചുനേറ്റ് വിത്ത് ദ ഡയറക്ടേഴ്സ് ആൻഡ് സിനിമറ്റോഗ്രാഫേഴ്സ് എസ്പെഷ്യലി. അത് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ എല്ലാവരിലും ഇങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ ആക്ച്വലി എല്ലാവരിലും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ. എനിക്ക് ഭയങ്കര ഇംപ്രസീവായിട്ട് തോന്നിയിട്ടുള്ളത്. ലാസ്റ്റ് ടൈം തിയേറ്ററിൽ ബൈ ബൈപാസ് കാണുന്ന സമയത്ത് ഞാനിങ്ങനെ ഗസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയായിരിക്കും റോഷൻ ഒരു സിനിമ ചെയ്താൽ സംഭവിക്കുക എന്നുള്ളത്. എന്നാണ് റോഷൻ ഒരു സിനിമ ചെയ്യുക? എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്തായാലും ചെയ്ത് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. മേ ബി ഒരു 2-3 ഒക്കെ ചെയ്യും. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലൊക്കെ എന്തെങ്കിലും പിടികിട്ടി ഇത് എനിക്ക് പറ്റും, അല്ലെങ്കിൽ ആൾക്കാർക്ക് വർക്ക് ആവുന്നുണ്ടെന്നൊക്കെ തോന്നിയാലും മുമ്പോട്ട് ചെയ്യും. അങ്ങനെ അല്ലാന്ന് തോന്നിയാലും നിർത്തും. 3 ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിർത്തുള്ളൂ. 3 ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു മനസ്സിലാക്കാൻ. നമുക്ക് കിസ്മത്തിലെ അനിത എന്ന് പറയുന്ന കഥാപാത്രം സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും അനിതയായിട്ട് ശ്രുതി അല്ലാതെ മറ്റൊരാളെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്നുള്ളത്. അതിന് മുന്നേ പക്ഷെ പലരിലേക്കും അപ്രോച്ച് ചെയ്തൊരു ക്യാരക്ടർ ആയിരുന്നല്ലോ. ശ്രുതി തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആരും തയ്യാറായില്ല, മുന്നേ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ആ ക്യാരക്ടറിലേക്ക് എത്താനുള്ള ഒരു കാരണം? അനിതയുടെ ക്യാരക്ടറിനെ പ്രെപ്പ് ചെയ്യുന്നത് ഐ ഡോണ്ട് നോ ഹൗ ടു, അതെങ്ങനെ ഞാനൊന്ന് പറയാം. കഥ പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു സിമ്പത്തി ഭയങ്കരമായിട്ട് അവിടെ പ്ലേ ഔട്ട് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഈ റിലീജിയസ് ഭാഗത്തിൽ ഒരു റിലീജിയസ് ആസ്പെക്റ്റിൽ നിന്ന് ലൈഫ് നോക്കുന്ന ആളല്ല. പ്ലസ് ഇങ്ങനത്തെ ഒരു കഥ നടന്നു ഓൺലി ബിക്കോസ് ഓഫ് റിലീജിയസ് ഡിഫറൻസസ്. അത് കണ്ടപ്പോൾ അത് കേട്ടപ്പോൾ ഇറ്റ് ഈസ് ക്വൈറ്റ് ഹാർട്ട് ബ്രേക്കിംഗ്. അത് ഇത്രയും യങ് ആയ ഒരു കപ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ. സോ ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ടു യു ഇത് എങ്ങനെയാണ് ഇതിനു വേണ്ടി പ്രെപ്പ് ചെയ്തത്. ഐ എം ജസ്റ്റ് ലക്കി ടു ഹാവ് ഗോട്ടൻ ദിസ്. ജാതി പറയുന്ന ഒരു കഥയായതുകൊണ്ടാണ് പലരും ഇതിനകത്ത് വിട്ടു നിന്നതെന്ന് പറഞ്ഞിരുന്നു. അതെ അനിതയുടെ ഒരു ലോ കാസ്റ്റ് ആയ കാരണമാണ് കുറേ പേർക്ക് ചെയ്യാൻ മടിയെന്നാണ് ഡയറക്ടർ എന്നോട് പറഞ്ഞത്. ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും റൈറ്ററും എല്ലാവരും പറഞ്ഞത് ലോ കാസ്റ്റ് ക്യാരക്ടർ പ്ലേ ചെയ്യണ്ട, അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി. ശ്രുതിയെ പിന്തിരിപ്പിച്ചിരുന്നു ആരെങ്കിലും? ശ്രുതിയോട് പിന്തിരിപ്പിച്ചിരുന്നു ആരെങ്കിലും ഈ ഒരു കഥാപാത്രത്തെ ചെയ്യണ്ട? ഇല്ല, ഞാൻ അങ്ങനെ ആരോടും ചോദിച്ചൊന്നുമില്ല, ആരോടും അടുത്ത് ഡിസ്കസ് ചെയ്തില്ല. ഞാൻ എൻ്റെ കരിയറിൻ്റെ ഡിസിഷൻസ് ഒക്കെ ഞാൻ തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ എൻ്റെ പേര് ശ്രുതി മേനൻ എന്നാണ്. അപ്പോൾ ഞാൻ ഈ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നതിന് ശേഷം കുറേ പേര് എന്നോട് പറഞ്ഞു, ഈ മേനനായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ എങ്ങനെയാണ് ഈ ക്യാരക്ടർ വെച്ച് റിലേറ്റ് ചെയ്യുന്നത്, ശരിയായില്ല, ഇതാണെന്നൊക്കെ കുറേ ബാക്ക്ലാഷ് എനിക്ക് കിട്ടിയത്. പക്ഷെ മോസ്റ്റ്ലി അതൊക്കെ ബാക്ക്ലാഷ് കിട്ടുന്നത് ശരിക്കും ആർക്കൊരു ലൈഫിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വളരെ വ്യത്യാസമുണ്ട് ഫ്രം മൈൻ ആൻഡ് ദേഴ്സ്. മാക്സിമം ആയ ആൾക്കാർ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു നല്ലൊരു കഥ പറഞ്ഞ് നല്ലൊരു ക്യാരക്ടറിനെ പോർട്രേറ്റ് ചെയ്തെന്ന് വെച്ചിട്ടാണ് എനിക്ക് ഫീഡ്ബാക്ക് കിട്ടിയത്. പക്ഷേ ഐ ഡിഡ് ഹാവ് സം നെഗറ്റീവ് ഫീഡ്ബാക്ക്. അതൊക്കെ കേട്ടിട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ്. റോഷന് ഇതുവരെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവുക സിനിമ തന്നെയാണ് തോന്നുന്നു. കുട്ടിക്കാലം തൊട്ടേ സിനിമയോട് ഭയങ്കരമായൊരു ആസക്തിയുള്ള ഒരാളാണല്ലോ.
കുട്ടി റോഷൻ തിയേറ്ററിലിരുന്ന് ഭയങ്കരമായി ആസ്വദിച്ച് കണ്ണു മിഴിച്ച ഒരു സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഓർമ്മ തന്നെ ഏതാ? ഞാൻ ഏറ്റവും ആദ്യം തിയേറ്ററിൽ കാണുന്നത് ജുറാസിക് പാർക്കിന്റെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തേതോ മറ്റോ ആണ്, ലോസ്റ്റ് വേൾഡ് ആണെന്ന് തോന്നുന്നു. അത് ഞങ്ങൾ പഞ്ചാബിൽ ആ സമയത്ത് താമസം. അപ്പോൾ ചിലപ്പോൾ പഴയ പടങ്ങളൊക്കെ ഓടുന്ന ഒരു തിയേറ്റർ പോലും ആയിരിക്കും. അവിടെ ഭയങ്കര ഒരു മിലിറ്ററി കന്റോൺമെന്റിന്റെ അടുത്താണ് താമസിച്ചിരുന്നത്. മിലിറ്ററി കന്റോൺമെന്റിന്റെ ഉള്ളിൽ ആക്ച്വലി താമസിച്ചിരുന്നത്. അപ്പോൾ എപ്പോഴും ഒരു വലിയ ലൈഫ് ഇവന്റ് ആയിരുന്നു. ആദ്യമായിട്ട് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ പോകുന്നു. ഏതാണ് എന്താണെന്നല്ല, അന്ന് ഇംഗ്ലീഷ് ഒന്നും സ്ക്രീനിൽ കേട്ടാൽ മനസ്സിലാവത്തൊന്നുമില്ല. അപ്പോൾ ഇത് വിഷ്വൽ മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറുതാണെന്ന് വെച്ചാൽ സ്കൂളിംഗ് ഒക്കെ തുടങ്ങിയത് അവിടെ 1ാം ക്ലാസ് ഒക്കെ അവിടെ ആയിരുന്നു, 1ഉം 2ഉം അവിടെ ആയിരുന്നു. ആ സമയത്ത് എപ്പോഴൊക്കെയാണ്. അപ്പൊ എനിക്ക് എന്തോ മറ്റേ ഫ്ലാഷസ് ഒക്കെ ഉണ്ട് ഇപ്പോഴും ഈ സാധനം സ്ക്രീനിൽ കാണുന്നത്. പഴയ തിയേറ്ററുകളിൽ ഒരു ബോക്സ് പോലെയൊക്കെ ഇല്ല ഇപ്പോഴും, പഴയ തിയേറ്ററുകളിലൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ എന്തോ ഒരു സെറ്റപ്പിനകത്ത് ഇരുന്നിട്ടാണ് ഇത് കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു മാജിക്കൽ ഫീൽ ചെയ്തതൊക്കെ ഭയങ്കര ഓർമ്മയുണ്ട്. പിന്നെ സിനിമ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫാമിലി ആയിരുന്നു. എൻ്റെ ഫാദർ മദർ എല്ലാവരും ഭയങ്കരമായിട്ട് സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പറ്റുകയാണെങ്കിൽ എല്ലാ ആഴ്ചയും ഒരു സിനിമയൊക്കെ ഞങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്നവരായിരുന്നു. ഞായറാഴ്ച ദിവസം വൈകുന്നേരം ഒരു 4 മണി സിനിമ വീട്ടിൽ സ്ഥിരമായിട്ട് എല്ലാവരും കാണുമായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ആ ക്രേസൊക്കെ എനിക്കും ഉണ്ടായി. പിന്നെ സ്കൂളിലൊക്കെ കൂട്ടുകാരൊക്കെ കൂടെ പയ്യെ സിനിമയ്ക്ക് പോയി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് പിന്നുള്ള ഭീകര മെമ്മറബിൾ സിനിമ എക്സ്പീരിയൻസസ് ഒക്കെ വന്നത്. എനിക്ക് ബിഗ് ബി ഞാൻ പോയി കാണുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. വീട്ടിൽ നിന്ന് എനിക്ക് ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിൽ കള്ളം പറഞ്ഞിട്ട് ആദ്യമായിട്ട് കാണുന്ന പടവും മറ്റുമാണ് ബിഗ് ബി. അപ്പൊ അന്ന് തിയേറ്ററിൽ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ആ സിനിമയ്ക്ക്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ജനറലി സാധാരണ ഒരു തെങ്കാശിപ്പട്ടണമൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോഴത്തേക്കിനും ഉണ്ടായിരുന്നൊരു എനർജി ഒന്നും ആയിരുന്നില്ല അതിൽ നിന്ന്. അപ്പോൾ അത് കൺഫ്യൂസിങ്ങുമാണ്. അങ്ങനെ ഭയങ്കര രസമുള്ള ഒരുപാട് സിനിമ വ്യൂയിങ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. നരൻ ഒരു ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇത്രയും പഴയ കാലം പോലും പോകണ്ട. എനിക്കൊന്ന് ലൂസിഫർ ഞാൻ റിലീസ് ഷോ കണ്ടതാണ് കവിതയിൽ. രാജുവേട്ടനും ലാലേട്ടനും ഒക്കെ വന്ന ആ ഷോയിൽ എനിക്ക് അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അങ്ങനെ ഭീകര ഫിലിം വാച്ചിങ് എക്സ്പീരിയൻസസ് ഒരുപാടുണ്ടായിരുന്നു. ടി വിയിൽ പോലും ഉണ്ടായിട്ടുണ്ട്. ടി വിയിൽ ആദ്യം സ്പടികം കാണുന്നതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കിരീടം ഭയങ്കര ഇഷ്ടമാണ്. കിരീടം ഒരു സമയത്ത് ബാക്ക് ടു ബാക്ക് ഇരുന്ന് കണ്ടിട്ടുണ്ട് ഒരു സിനിമയുടെ ഷൂട്ടിനിടയിലാണ്. അപ്പം അത് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഞാൻ കിരീടം ഫുള്ളായിട്ട് കാണുന്നത്. ഞാൻ എപ്പോഴും ടി വിയിലോ മറ്റോ വന്നപ്പോൾ ഇതിൻ്റെ ഒരു പോർഷൻ ആയിരുന്നു കണ്ടിട്ടുള്ളത്. കുറേ നാൾ കഴിഞ്ഞിട്ട് ലാപ്ടോപ്പിലൊക്കെ ആയിട്ടാണ് അത് ഫുള്ള് കാണുന്നത്. ഇമ്മീഡിയറ്റ്ലി ഒന്നുകൂടെ പ്ലേ ചെയ്തിട്ട് ഒന്നുകൂടെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പിന്നെ കുറച്ച് ദിവസങ്ങൾ ഞാൻ കിരീടം ഇരുന്ന് കാണുമായിരുന്നു. അങ്ങനെ കുറേ പിന്നെ ലൈക്ക് മലയാള സിനിമകൾ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ ലോകം പെട്ടെന്ന് എക്സ്പാൻഡ് ആവുന്ന ഒരു ഫേസ് ഉണ്ടായി അന്നത്തെ കാലത്ത്. ഹാർഡ് ഡിസ്കുകളിൽ സിനിമകൾ കോപ്പി ചെയ്തിട്ട് കൂട്ടുകാരൊക്കെ തരും. പിന്നെ ഇത് പോയിട്ട് ലാപ്ടോപ്പിൽ കുത്തിയിട്ടിരുന്ന് നോക്കുമ്പോഴത്തേക്കിനും ഒരു ഫോൾഡറിൽ 100-110 സിനിമ. പിന്നെ ഓക്കെ ഒരു മാസത്തേക്കൊക്കെ സെറ്റാണ്. ഇങ്ങനെ അത് ഭയങ്കര രസമല്ല. ഏതാ എന്താന്ന് അറിയില്ല. ആ ഫോൾഡറിന്റെ പേര് മാത്രം എന്റെ കയ്യില് കൃത്യത്തിന്റെ ഒരു ഡിസ്ക് ഉണ്ടായിരുന്നു. നമുക്ക് ആകെ ആ സമയത്ത് കയ്യിലുള്ള സാധനം നമ്മൾ വീണ്ടും വീണ്ടും ഇട്ട് കാണുമല്ലോ. അങ്ങനെ അങ്ങനെയൊക്കെ ഇരുന്ന് സിനിമ കാണൽ ഭയങ്കര പൊളി. ഇപ്പൊ പോലും ഒരു നല്ല സിനിമയൊക്കെ വീട്ടില് മറ്റേ ഞാൻ അതിനൊരു ഇവന്റ് ആക്കും. ഞാൻ മറ്റേ ഫോണൊക്കെ ഇട്ട് നോട്ട് ഡിസ്റ്റർബിൾ ഇട്ട് മാറ്റി വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വേറെ ഇന്ററപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അടുത്തൊരു 3 മണിക്കൂർ വിചാരിച്ച് നല്ലതാണെന്ന് ഉറപ്പായിട്ട് അറിയാവുന്ന ഒരു സിനിമ പ്ലേ ചെയ്ത് അതെനിക്ക് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് ഇപ്പോഴും. ശ്രുതിയുടെ ചെറുപ്പം എങ്ങനെയാണ്? ഓർമ്മയുണ്ടോ ഇതുപോലെ ഏതെങ്കിലും ഒരു മലയാള സിനിമ തിയേറ്ററിൽ? പിന്നെ ഇതുപോലെ കിരീടം തിയേറ്ററിലല്ല, ഞാൻ മലയാള സിനിമയൊക്കെ കാണുന്നത് ടി വിയിലാണ്. കാരണം ഞാൻ ബോംബെയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് കിരീടം ഇതുപോലെ ഞാൻ ഐ ജസ്റ്റ് റിമെമ്പർ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ടി വിയിൽ. ഭയങ്കര റിപ്പീറ്റഡ്. യോദ്ധയുടെ CD ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു യോദ്ധ ഇട്ടിട്ട് കാണുക. പിന്നെ കുറേ പടങ്ങൾ അറിയാം. മലയാളം സിനിമാസൊക്കെ കാണുന്നത് അവിടെ ആക്ച്വലി CD വരുന്ന സമയത്താണ്. തിയേറ്ററിൽ ഇപ്പോൾ ഞാൻ വെൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ മലയാളം ഫിലിംസ് അപ്പോഴാണ് ഞാൻ തിയേറ്ററിൽ കേരളത്തിൽ ഇവിടെ വന്നിട്ട് തിയേറ്ററിൽ കാണുന്നത്. അല്ലെങ്കിൽ എല്ലാം അവിടെയായിരുന്നു. അവിടെയൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം, നമ്മൾ വാദിക്കണം. അതായത് ഇപ്പം ഈ ഞായറാഴ്ച ടി വിയിൽ അല്ലെങ്കിൽ ഒരു ഓണ സമയത്ത് ക്രിസ്മസിനൊക്കെ ടി വിയിൽ പല ചാനലുകളിൽ പല പുതിയ സിനിമകളുടെ പ്രീമിയർ ഉണ്ടാവുമല്ലോ. അപ്പോൾ വീട്ടുകാർക്ക് ഒരു പടമായിരിക്കും കണ്ടത്. നമ്മൾ വി ഹാവ് ടു വിൻ ദാറ്റ് ആർഗ്യുമെന്റ്. ആ സിനിമയ്ക്ക് വേണ്ടി നിന്ന് വാദിച്ച് ജയിച്ച് അത് ഏൺ ചെയ്തിട്ട് കാണണം. അതുപോലെ തിയേറ്ററിൽ കൊണ്ടുപോകാൻ എനിക്ക് ഓർമ്മയുണ്ട്, കരുമാടിക്കുട്ടൻ കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. മീശമാധവന് വേണ്ടി ഞാൻ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. നരന് വേണ്ടി ഞാൻ കുറേ ബഹളം. ഫാദർ ഭയങ്കര മമ്മൂക്ക ഫാനായിരുന്നു.
നമുക്ക് പടങ്ങളാണെങ്കിൽ ഭയങ്കര ഈസിലി നമുക്ക് പോയി കാണാൻ പറ്റും. അതെ. ബാക്കി കുറച്ച് നമ്മൾ പുഷ് ചെയ്യണം. പുള്ളിക്കൊരു മൂടുള്ളപ്പോൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണം പടത്തിന് വേണ്ടി. അതൊരു ഭയങ്കര സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ഒക്കെ വരും അവസാനം തിയേറ്ററിൽ പോയിട്ട്. ഈ മൂത്തോൻ സിനിമയ്ക്ക് ശേഷം അമീർ എന്ന കഥാപാത്രത്തിന് ശേഷം റോഷന് കിട്ടിയിട്ടുള്ളത് എന്താ? അതിന് ശേഷമുള്ള റോഷൻ എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കും? എനിക്ക് ആക്ച്വലി ആ പടം ഷൂട്ട് ചെയ്തതായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ട് തോന്നിയത് ഗീതു എൻ്റെ ലിമിറ്റ്സ് ഒക്കെ കുറേ പുഷ് ചെയ്തു എനിക്ക് വേണ്ടി. എനിക്ക് ഇത്രയൊക്കെ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചതിലപ്പുറം ഗീതു എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു ആ സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്ത്. അപ്പോൾ കുറേ നാൾ ഞാൻ വിചാരിച്ചു നടന്ന ഗീതു എന്നെ കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ മാജിക് ചെയ്തു എന്നുള്ളതാണ്. ദെൻ ഐ സ്റ്റാർട്ടഡ് ബിലീവിങ് ദാറ്റ് ഓക്കെ അതെവിടെയോ ഉണ്ട്, അത് വീണ്ടും ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ദൂരം സഞ്ചരിക്കാൻ പറ്റും എന്നൊക്കെ. അപ്പം അങ്ങനെ ഒരു രീതിയിൽ ഭയങ്കര കോൺഫിഡൻസ് തന്ന ഒരു പ്രോജക്റ്റാണ്. പിന്നെ ഇപ്പോൾ ആ സിനിമയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ നിവിനേട്ടനായാലും ദിലീഷ് പോത്തനായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഗീതു രാജീവ് സർ രണ്ടുപേരും ഇപ്പോഴും എനിക്ക് ഭയങ്കര വാല്യുബിൾ അഡിഷൻസ് ടു മൈ ലൈഫ്. പീപ്പിൾ ഐ തിങ്ക് ഓഫ് എസ് ഫാമിലി. അങ്ങനത്തെ കുറച്ച് ആൾക്കാരെയും കൂടെ കിട്ടിയ പ്രോജക്റ്റ് അത്. ഇറ്റ്സ് വെരി സ്പെഷ്യൽ. ടോക്സിക് വരുന്ന സമയത്ത് ഗീതു മോഹൻദാസ് എന്ന് പറയുന്ന സംവിധായകൻ നമ്മുടെ അഭിമാനമായിട്ട് നിൽക്കുകയാണല്ലോ. ടോക്സിക്കിൽ എന്താ റോഷൻ ഗീതു ചെയ്തു വെച്ചിരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുന്നത്? ഞാനും കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഐ നോ ദാറ്റ് ലൈക്ക് ഗീതു ഇസ് ടു സ്മാർട്ട് ടു റിപ്പീറ്റ് ഹെർസെൽഫ്. അപ്പോൾ ഇതിനു മുമ്പുള്ള ലയസ് ടൈസോ കേൾക്കുന്നുണ്ടോ മൂത്തോനോ പോലത്തെ ഒരു സിനിമയല്ല എന്തായാലും ടോക്സിക്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു കൺവെൻഷനൽ ഇതിനു മുമ്പ് പരീക്ഷിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു സിനിമയും ഗീതു ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാനും അതെന്താണെന്ന് അറിയാനും കാണാനുമായിട്ടൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ അത് ഞാൻ പറയൂല. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ടോക്സിക്കാണ്. അതുപോലെ ഉയിര് ഒരു നല്ല തിയേറ്റർ അനുഭവമായി മാറട്ടെ, നല്ലൊരു ത്രില്ലർ എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.